ഇത്തവണ തിരുവനന്തപുരം DCC മറ്റ് എല്ലാ മേഖലകളിലെ ഇടപെടലുകൾ പോലെ തന്നെ ശ്രീ ജി കാർത്തികേയൻ്റെ വേർപാടിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒരു ദീർഘമായ സ്വാഗത പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ശ്രീ ജി കാർത്തികേയനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ, നേരിട്ടറിയാവുന്നവരും വായിച്ചറിയാവുന്നവരും ഒക്കെ അറിയുന്നത് പോലെ തന്നെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു നേതാവായി നമ്മുടെ പാർട്ടിയിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള ചേരിതിരിവുകൾ, ഭിന്നിപ്പുകൾ, വ്യക്തിയാധിഷ്ഠിത താല്പര്യങ്ങൾ നിലനിന്നിരുന്ന സങ്കീർണമായ സാഹചര്യങ്ങൾ, അവിടങ്ങളിലേക്ക് ഒരു പ്രാരാബ്ധാധിഷ്ഠിതമായ കാലഘട്ടത്തിൽ അതിൻ്റെ കൂടി പ്രതിനിധിയായി കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത കറയറ്റതായിരുന്നു, കളങ്കരഹിതമായിരുന്നു എന്നത് നമുക്കേവർക്കും അറിയാവുന്നതാണ്. സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, ആദർശങ്ങൾ, ദർശനങ്ങൾ, പാർട്ടിയുടെ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച അനിതര സാധാരണമായ മികവും മെയ്വഴക്കവും കഴിവും മലയാളികൾക്കും മാത്രമല്ല രാജ്യത്തെ പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ മാതൃകയാക്കി സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ ചില പത്രങ്ങളൊക്കെ പലപ്പോഴും എഴുതുകയും അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുകയും അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായി അല്ലെങ്കിൽ ശിഷ്യന്മാരായി സഹപ്രവർത്തകരായി കടന്നു വന്നവരൊക്കെ പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് മുഖത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്ന അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീ ജി കാർത്തികേയൻ. ഞാൻ അത് കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നതിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി സംവദിക്കുന്ന കാര്യത്തിനകത്ത്, അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിനകത്ത്, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഐതിഹാസികവും ജാജ്വല്യമാനവുമായ നേതൃത്വം നൽകുന്ന കാര്യത്തിനകത്ത് അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. പാർട്ടിക്ക് ശ്രീ ജി കാർത്തികേയൻ എന്നൊരു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ദർശനങ്ങളും പ്രവർത്തനങ്ങളും എന്നും ഒരു കടാവിളക്കായി സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സുദീർഘമായ രാഷ്ട്രീയ ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിയുന്ന ശ്രീ VM സുധീരനാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം DCCയെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും അപ്പുറമായി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നമ്മുടെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിനകത്ത് പാർട്ടി പ്രവർത്തകരുടെ കഴിവുകളും അവരുടെ പ്രയത്നങ്ങളുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിനകത്ത് ഒരു പ്രചോദനമായി, ഒരു പ്രചോദനത്തിൻ്റെ തണൽപരമായി ശ്രീ പാലോട് DCC പ്രസിഡന്റ് ആയതിനു ശേഷം നിലനിൽക്കുകയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി വളരെ ആത്മാർത്ഥമായി ഹാർദമായി ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. ശ്രീ VM സുധീരന് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖവരിയുടെ ആവശ്യമുള്ള നേതാവല്ല. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് തന്നെ ഒരു ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ശ്രീ VM സുധീരന് പകരം VM സുധീരൻ്റെ അല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ മറ്റാരുമില്ല. ശ്രീ ജി കാർത്തികേയൻ്റെ പ്രവർത്തന മേഖലകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മറ്റ് മികവുകളെക്കുറിച്ച്, നിയമസഭാംഗം എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിൽ, സ്പീക്കർ എന്നുള്ള നിലയിലൊക്കെ അദ്ദേഹം വഹിച്ച പങ്കിനെക്കുറിച്ചൊക്കെ നന്നായി പറയാനും അത് മറ്റുള്ളവരിൽ പങ്കുവയ്ക്കാനും ഒക്കെ കഴിയുന്ന ഏറ്റവും സമാദരണീയനായ നേതാവാണ് ശ്രീ VM സുധീരൻ. അദ്ദേഹത്തെ ഞാൻ ഏവർക്കും വേണ്ടി ഏറ്റവും ഹാർദമായി സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിൽ ശ്രീ മുൻ സ്പീക്കർ, മുൻ മന്ത്രി, നമ്മുടെ ജില്ലയിലെ ഏറ്റവും കരുത്തനായ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ശ്രീ N ശക്തൻ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യും. KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ GS ബാബു, വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് ദീർഘകാലം ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ജില്ലയിലെ സഹപ്രവർത്തകനാണ് ശ്രീ GS ബാബു. KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയ ശ്രീ GS ബാബുവിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഏറ്റവും ശ്രീ മണക്കാട് സുരേഷ്, KPCCയുടെ നിർവാഹക സമിതി അംഗം, നമ്മുടെ ഏറ്റവും പ്രിയങ്കരമായ സുഹൃത്ത് ശ്രീ മണക്കാട് സുരേഷ്, ശ്രീ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവ് ശ്രീ ജോൺ വിനീഷ്യസ് എന്നിവരെല്ലാം ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ശബരിനാഥൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ ജി കാർത്തികേയൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരും എന്നാരും പ്രതീക്ഷിച്ചിരുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം കടന്നു വന്ന, പാർട്ടിയിലേക്ക് കടന്നു വന്ന ശ്രീ ശബരിനാഥൻ ഒരു MLA എന്നുള്ള നിലയിൽ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് എന്നുള്ള നിലയിൽ, മാത്രമല്ല പൊതുസമൂഹത്തിന്, യുവാക്കൾക്ക് പ്രത്യേകമായി ഒരു നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന, നേതൃചാതുര്യമുള്ള, നേതൃപാഠവുമുള്ള, ഏറ്റവും പ്രിയങ്കരമായ സ്നേഹമസൃണമായ പെരുമാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ എല്ലാവരെയും സഹപ്രവർത്തകനായി മാറിയ ശ്രീ KS ശബരിനാഥനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരായ നിരവധി നേതാക്കന്മാർ, ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിൻ്റെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ, KSUവിൻ്റെ, മഹിളാ കോൺഗ്രസിൻ്റെ, ദളിത് കോൺഗ്രസിൻ്റെ, INDUCയുടെ, കർഷക കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാർ ഈ ചടങ്ങിൽ, സംസ്കാര സാഹിതി തിയേറ്റേഴ്സിൻ്റെയൊക്കെ പ്രവർത്തകർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. എല്ലാവരെയും വളരെ ആത്മാർത്ഥതയോടെ, വളരെ സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് ഏറ്റവും ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ പാലോട് രവിയെ സാദരം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. ആദരണീയനായ ശ്രീ ജി കാർത്തികേയൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗന പ്രാർത്ഥന. കേരള വിദ്യാർത്ഥി യൂണിയനിലും യൂത്ത് കോൺഗ്രസിലും തുടർന്ന് കോൺഗ്രസിലും അത് കഴിഞ്ഞ് ഒരേ പ്രദേശത്ത്
ജനപ്രതിനിധികളായി മത്സരിക്കുന്നതിനും ഒരുമിച്ച് ഒരേ പ്രദേശങ്ങളിൽ നിന്ന് ജനപ്രതിനിധികളായി നിയമസഭയിലെത്തുന്നതിനും ശ്രീ കാർത്തികേയനോടൊപ്പം കഴിഞ്ഞ ഒരാളാണ് ഞാൻ കെ എസ് യുവിൽ പ്രവർത്തിക്കുമ്പോഴും അത് കഴിഞ്ഞ് ശ്രീ വി എമ്മിനോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരിക്കുമ്പോഴും ദീർഘകാലം ഈ ഓഫീസിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴും എന്നും ഞാനതങ്ങ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു പറയുകയാണ്. എനിക്ക് തിരുവനന്തപുരത്ത് കണ്ടെത്താൻ കഴിഞ്ഞ കാപട്യമില്ലാത്ത ഒരേ ഒരു മുഖം ശ്രീ ജി കാർത്തികേയനായിരുന്നു. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയും. മനസ്സിലൊന്നു വെച്ച് പുറത്ത് പറയില്ല. ആ പോകുന്ന പോക്ക് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് തുറന്ന് പറയും. നമ്മുടെയൊക്കെ പലപ്പോഴും നിസ്സഹായരായി ചില മേഖലകളിൽ സംഘടനാ പ്രവർത്തന മേഖലകളൊക്കെ നിസ്സഹായരായി നിൽക്കുമ്പോൾ ഓടിയെത്തി താങ്ങും തണലുമായി നിൽക്കാനുള്ള വലിയ മനസ്സ് ശ്രീ ജി കാർത്തികേയനുണ്ടായി. വളരെയേറെ നമുക്കറിയാം, നമ്മുടെ ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഒരു ദിശാബോധം നൽകുന്നതിന് ഞങ്ങളൊക്കെ കടന്നു വരുന്ന ഭാഗത്ത് ഈ റൂറൽ ഏരിയയിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് യുവാക്കൾ, വളരെ പാവപ്പെട്ട കുടുംബങ്ങളിലുള്ള യുവാക്കൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ കടന്നു വന്ന യുവാക്കളോട് വളരെ വ്യക്തമായി ഈ പാർട്ടിയുടെ ഐഡിയോളജി എന്താണെന്നും ഈ പാർട്ടി എങ്ങനെയാണ് ജനസേവനത്തിലൂടെ ഈ പാർട്ടി ജനമനസ്സുകളിൽ ജീവിക്കേണ്ടത് എന്താണ് എന്നുമുള്ള അതിശക്തമായ ദിശാബോധം, നേതാക്കളുടെ മുഖം നോക്കാതെ അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകമായി അവരുടെ പ്രത്യേകമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും പ്രവർത്തിക്കാൻ ധീരത കാണിച്ച അപൂർവം നേതാക്കളിൽ ഒരാളാണ് ശ്രീ വി എമ്മിന്. അതുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൽ നേതൃത്വ രംഗത്തിലുണ്ടായിരുന്ന നേതാവെന്നുള്ള നിലയിൽ ശ്രീ വി എമ്മിന് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും. കേരളത്തിൻ്റെ ഇന്നത്തെ ദുസ്ഥിതി, എല്ലാവർക്കും അധികാരം മതി, അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ആ അധികാരത്തിലിരിക്കുന്നവരോട് അതിശക്തമായ ഭാഷയിൽ യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെ അധികാരത്തിൽ എത്രമാത്രം അകന്നു നിൽക്കണമെന്ന് താൻ മാതൃകയായി നിന്നുകൊണ്ട് ഈ അധികാരം എന്തുമാത്രം നമ്മളെ ദുഷിപ്പിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് താക്കീത് നൽകിയിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ ജി കാർത്തികേയൻ. അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിന് നമുക്ക് സ്മരണ പുതുക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ സംഘടനാ പ്രവർത്തനത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും ഊർജം പകരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ എൻ്റെ ആത്മാർത്ഥമായ സമർപ്പണം വെച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എല്ലാം കൊണ്ടും യോഗ്യനായ ബഹുമാനനായ ശ്രീ വി എമ്മിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ജി കെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ ജി കെയുമായി വളരെയേറെ അടുപ്പമുള്ള ആ സുഹൃത്തുക്കളുടെ കൂട്ടായ്മ, അതിന് അധ്യക്ഷത വഹിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രിയപ്പെട്ട പാലൂർ രവി, KPCC ഉപാധ്യക്ഷനും മുൻ സ്പീക്കറുമായിട്ടുള്ള ശ്രീ ശക്തൻ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നമുക്ക് വളരെയേറെ പ്രയാസമുണ്ടാകുന്ന ഒരു സന്ദർഭമാണ് ഏറ്റവും അടുപ്പമുള്ളവരെ അവരെ വേർപാടിനെ അനുസ്മരിക്കുക എന്നുള്ളത്. ഈ കാർത്തികേയനുമായി സംവത്സരങ്ങളുടെ ഹൃദയബന്ധമുള്ള നിരവധി പേർ ഈ വേദിയിലും സദസ്സിലുമുണ്ട്. കാർത്തികേയൻ്റെ പ്രിയപ്പെട്ട മകൻ ശ്രീ ശബരിനാഥൻ നമ്മോടൊപ്പമുണ്ട്. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ, കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നേതാവാണ് ശ്രീ കാർത്തികേയൻ. കാർത്തികേയൻ്റെ വേറിട്ടൊരു വ്യക്തിത്വമാണ്. കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകനായിരുന്ന ആ കാലം മുതലേ അദ്ദേഹവുമായി എനിക്ക് വ്യക്തിപരമായ അടുപ്പമുണ്ട്. KSU യൂണിറ്റ് പ്രസിഡന്റ് എന്ന നിലയിലാണ് കാർത്തികേയൻ വരുന്നത്. പിന്നീട് KSU പ്രവർത്തകരുടെ സഹപ്രവർത്തകരുടെ സ്നേഹാദരങ്ങൾ അറിയിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ, തുടർന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഏറ്റവും ശക്തരായ നേതാക്കളുടെ മുൻനിരയിൽ
GK എത്തി. അന്നേ തന്നെ വ്യത്യസ്തമായ ഒരു ശൈലി അദ്ദേഹത്തിന് ഉണ്ടായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്, GK വർക്കല SN കോളേജിൽ യൂണിയൻ ചെയർമാനായിരുന്നു. വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹം വിജയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോളേജ് യൂണിയൻ ഉദ്ഘാടന പരിപാടി തന്നെ വളരെ വളരെ വ്യത്യസ്തമായിരുന്നു. നമുക്കറിയാം, ഇന്നും കലാലയങ്ങളിൽ സംഘർഷങ്ങളും സംഘടനകളും നടക്കുന്ന ഈ സന്ദർഭത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് പോലുള്ള കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ മൗലിക സ്വാതന്ത്ര്യം പോലും ഹനിക്കപ്പെടുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ G. കാർത്തികേയൻ കോളേജ് യൂണിയൻ പ്രവർത്തനം എങ്ങനെ മാതൃകാപരമായി കൊണ്ടുപോയി എന്നുള്ളത് തലമുറകൾക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ ഓർക്കുന്നു, ആ കോളേജ് യൂണിയൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ വക്കം പുരുഷോത്തമനാണ്. പ്രമുഖ സാഹിത്യകാരൻ, കേരളം ആദരിക്കുന്ന P. കേശവദേവ് സാറ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. അന്ന് KSU പ്രസിഡൻ്റായിരുന്ന ഞാനും SFI അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന C. ഭാസ്കരനുമാണ് ആശംസ പ്രാസംഗികർ. എത്ര മനോഹരമായി ഭംഗിയായി ആ ചടങ്ങ് നടത്തി. പലപ്പോഴും കോളേജ് യൂണിയൻ ഉദ്ഘാടനങ്ങളൊക്കെ അലങ്കോലപ്പെടുന്ന വാർത്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്, പത്രങ്ങളിൽ വരാറുണ്ട്, മാധ്യമങ്ങളിൽ വരാറുണ്ട്. പക്ഷേ അവിടെ ശക്തമായ പ്രതിപക്ഷം അന്നത്തെ SFI ഉണ്ട്. പക്ഷേ അവരെല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് ആ കോളേജ് യൂണിയൻ ഉദ്ഘാടനം എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കാർത്തികേയൻ നടത്തിയത് അന്നേറെ ചർച്ചാ വിഷയമായിരുന്നു. അവിടെയും ഒരു വ്യത്യസ്തമായ സമീപനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഞാൻ KSU സംസ്ഥാന പ്രസിഡൻ്റാണ്. കാർത്തികേയനെ യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡൻ്റാക്കാനാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും താല്പര്യവും. അതുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ വന്ന് അതിന് സാധിക്കാതെ പോയത്. അതിൽ അന്നും ഇന്നും മനസ്സിന് വല്ലാത്തൊരു ദുഃഖം നിൽക്കുന്നുണ്ട്, അവശേഷിക്കുന്നുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കാർത്തികേയൻ പിന്നീട് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡൻ്റായി, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി, KSU പ്രസിഡൻ്റായപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായപ്പോഴും കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ മഹത്തായ പാരമ്പര്യം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. വ്യക്തമായ കാഴ്ചപ്പാട് രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളിൽ കാർത്തികേയനുണ്ടായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കാർത്തികേയൻ്റെ ഒരു നിലപാട്. അന്ന് കാർത്തികേയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഏകകക്ഷി ഭരണത്തിനു വേണ്ടി നടത്തിയ വാദമുഖങ്ങൾ, അതിനുവേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഏകകക്ഷി ഭരണമാണ് അഭികാമ്യമായിട്ടുള്ളത്, മുന്നണി ഭരണം ഗുണകരമല്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏകകക്ഷി ഭരണം എന്ന മുദ്രാവാക്യം മുഴക്കി സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കാർത്തികേയൻ നടത്തിയ ആ മുന്നേറ്റം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. കേരളത്തിൽ ദേശീയ തലത്തിലും വളരെയേറെ ചർച്ചാ വിഷയമായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന കാർത്തികേയൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട്. പിന്നീട് നമുക്കറിയാം, തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക, മുഖം നോക്കാതെ നിലപാട് സ്വീകരിക്കുക, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക. കാർത്തികേയനെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ് ശ്രീ K. കരുണാകരൻ. K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അന്ന് കരുണാകരനുമായി, ലീഡറുമായി വളരെ അടുത്ത ബന്ധമുള്ള കാർത്തികേയൻ GK തിരുത്തൽവാദവുമായി മുന്നോട്ട് വരുന്നത്. അതിനാധാരമായ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാം നിങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ്. അവിടെ നാം കാണുന്നത് തൻ്റെ നിലപാട്, ഉറച്ച നിലപാട്. ആ നിലപാടിൽ നിന്നുകൊണ്ട് മുഖം നോക്കാതെ അഭിപ്രായം പറയാനും മുന്നോട്ട് പോകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ പാലോട് ടി വി പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. തെല്ലും കാപട്യമില്ലാതെ മനസ്സിനകത്തുള്ളത്, തൻ്റെ ശരിയെന്ന് തനിക്ക് തോന്നുന്ന ആ ആശയങ്ങൾ അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ആ ആശയങ്ങളുമായി മുന്നോട്ട് പോകാൻ തെല്ലും മടി കാണിക്കാതെ കാർത്തികേയൻ നടത്തിയ പരിശ്രമങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ എന്നെന്നും ശ്രദ്ധേയമായി നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരാണോ എന്താണോ എന്നത് പ്രശ്നമല്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിലും തൻ്റെ നിലപാട് അവരുടെ മുന്നിൽ തുറന്നു പറയാൻ അദ്ദേഹം ഒരിക്കലും പഠിച്ചിട്ടില്ല. പിന്നീട് സംസ്ഥാനത്തെ നിയമസഭയിലേക്ക് അദ്ദേഹം വന്നു. നിയമസഭാ സാമാജികനായിരുന്നു അദ്ദേഹം. നിയമസഭാ സാമാജികനായിരുന്ന ആ സമയത്ത് 82-ൽ അദ്ദേഹം നിയമസഭയിലേക്ക് വന്നു.
85 നിയമസഭാ സ്പീക്കറായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായി. ഞാൻ ആലോചിക്കുകയായിരുന്നു, തികച്ചും മാതൃകാപരമായ പ്രവർത്തനം. നിയമസഭയിൽ സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ കാർത്തികേയൻ സഭാ നടപടികളിൽ പങ്കെടുത്തിട്ടുള്ളൂ. ഒരിക്കൽ പോലും കൃത്യമായ സമയത്ത് പ്രസംഗം നിർത്തുക, തൻ്റെ നിലപാടുകൾ കൃത്യമായി സഭയിൽ അവതരിപ്പിക്കുക, ഏറ്റവും മാന്യമായി സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ആ പ്രവർത്തനം അന്നേ കാർത്തികേയനെ വളരെ വ്യത്യസ്തനാക്കിയിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് അദ്ദേഹം സംസ്ഥാനത്തെ മന്ത്രിയായി, 2 തവണ സംസ്ഥാനത്തെ മന്ത്രിയായി, ഏറ്റവും ഒടുവിൽ അദ്ദേഹം നിയമസഭാ സ്പീക്കറായി. സ്പീക്കർ എന്ന നിലയിലും സഭാ നടപടികൾ വളരെ വളരെ ഭംഗിയായി, മാന്യമായി, മാതൃകാപരമായി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് കാർത്തികേയൻ്റെ നിലപാടുകൾ. സഭാ നടപടികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരസ്യമായി സഭയിൽ പ്രസംഗിച്ചു, സഭയിൽ തീരുമാനം പ്രഖ്യാപിച്ചു. അതാണ് പ്രസംഗമല്ല, സഭയിൽ തീരുമാനം പ്രഖ്യാപിച്ചു. നിയമസഭയിലെ വാച്ച് ആൻഡ് വാർഡ് സഭയിലേക്ക് ഇറങ്ങരുത്, അവർ സഭയിലേക്ക് കടക്കരുത് എന്ന് കൃത്യമായി പരസ്യമായി പറയാനുള്ള ആ ഒരു ആർജവമുണ്ടല്ലോ, അത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ നിലപാട് അത് തന്നെയാണെങ്കിലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് KR ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ MLA-മാർ പ്രീ ഡിഗ്രി ബോർഡുമായി സമരരംഗത്ത് വന്ന അവസരത്തിൽ ഒരു കാരണവശാലും വാച്ച് ആൻഡ് വാർഡിനെ സഭയിലേക്ക് ഇറക്കരുത് എന്ന നിർബന്ധം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പ്രഖ്യാപിച്ചിരുന്നില്ല, അല്ലാതെ നടപ്പാക്കുകയായിരുന്നു. പക്ഷെ കാർത്തികേയൻ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ആ തീരുമാനം നടപ്പാക്കാൻ അദ്ദേഹം നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി. സഭയുടെ എല്ലാ തലത്തിൽപ്പെട്ടവരുടെയും സ്നേഹാദരങ്ങൾ ആർജിച്ചുകൊണ്ട് കേരളം കണ്ട മാതൃകാ സ്പീക്കർ എന്ന നിലയിൽ കാർത്തികേയൻ നടത്തിയ പ്രവർത്തനങ്ങൾ എന്നെന്നും ഓർമ്മിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാർത്തികേയൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഈ കാലത്ത് ഏറി വരികയാണ്. കാരണം രാഷ്ട്രീയത്തിൽ നയങ്ങളും നിലപാടുകളും പ്രധാനപ്പെട്ടതാണ്. അത് വ്യക്തികൾക്ക് മാത്രമല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അത് പരമപ്രധാനമാണ്. നമുക്കറിയാം, ഓരോ പ്രസ്ഥാനത്തിനും അതിൻ്റേതായ ഒരു നിലപാടുണ്ട്, ഒരു ബ്രാൻഡുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നാം പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അതിബൃഹത്തായ ഒരു ചരിത്രമുണ്ട്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ മഹത്തായ ഒരു പാരമ്പര്യം, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ പുരോഗതിയിലേക്ക് നയിച്ച പാരമ്പര്യം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ജനാധിപത്യ മര്യാദകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട്, പ്രതിപക്ഷ ബഹുമാനം നിലനിർത്തിക്കൊണ്ട്, പ്രതിപക്ഷത്തെ ആദരിച്ചുകൊണ്ട് പാർലമെൻ്ററി നടപടികൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയൊരു കാലം. അന്ന് ലോക്സഭയ്ക്കകത്ത് കേവലം ന്യൂനപക്ഷമായിരുന്ന 16 സീറ്റ് മാത്രമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആദരണീയനായ AKGയെ ഔദ്യോഗികമായ അംഗബലം ഔദ്യോഗികമായ പ്രതിപക്ഷത്തിന് വേണ്ട അംഗബലം അന്നത്തെ പ്രതിപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലെങ്കിലും കേവലം 16 പേര് മാത്രമാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ. AKGയെ പ്രതിപക്ഷ നേതാവിൻ്റെ സർവ്വ പരിഗണനകളും നൽകി ആദരിച്ച് അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യം ഭാരത ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ രചിത രേഖകളിൽ രേഖപ്പെടുത്തേണ്ട സംഭവമാണ്. ഭരണകക്ഷിയോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനും പാർലമെൻ്ററി പ്രവർത്തനത്തിൽ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലുള്ള സുപ്രധാനമായ പങ്ക് അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. നമുക്കറിയാം, ഇന്ന് എല്ലാ അവകാശങ്ങളും കയ്യിലൊതുക്കി യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് നിലപാടുമായി കേന്ദ്ര ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ അതിനെയൊക്കെ ശക്തമായി എതിർക്കാൻ ബാധ്യസ്ഥമായ, അല്ലെങ്കിൽ എതിർക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ, പ്രസ്ഥാനങ്ങൾ BJP ഫാസിസ്റ്റ് നിലപാടിൽ നിന്നും മാറിയിരിക്കുന്നു. അവർ ഫാസിസ്റ്റ് നിലപാടല്ല, നവഫാസിസമാണ് അവർ പിന്തുടരുന്നത് എന്നൊരു പുതിയ വ്യാഖ്യാനമായി വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആത്മവഞ്ചനയാണ്. സ്വന്തം അണികളെ കാലാകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ വിശ്വസിച്ചു പോരുന്ന ജനങ്ങളെ വളരെ ക്രൂരമായി കബളിപ്പിക്കുന്ന ഒരു നിലപാടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്, മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ ഒരു ഫാസിസ്റ്റ് ലൈനിലേക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫാസിസ്റ്റ് ശൈലി സ്വീകരിച്ചു വരുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഫാസിസം അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശൈലി, ഫാസിസ്റ്റ് ലൈനിൽ മുന്നോട്ട് പോകുന്ന ഫാസിസ്റ്റ് ശൈലിയിൽ രാജ്യഭരണം നടത്തുന്ന, ജനങ്ങളെ സമീപിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം BJPയും CPMും തമ്മിലുള്ള അകലം കുറഞ്ഞിരിക്കുന്നു. അവർ തമ്മിൽ ഫാസിസത്തിൻ്റെ കാര്യത്തിലുള്ള ആശയപരമായി തന്നെ BJPയും CPMും തമ്മിലുള്ള അകലം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ BJP മുതലാളിമാർക്ക് വേണ്ടി നിൽക്കുന്നു, അദാനിമാർക്ക് വേണ്ടി, അംബാനിമാർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു.
രാജ്യത്തെ പാവപ്പെട്ടവനെ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. രാജ്യത്തെ പാവപ്പെട്ടവനെ അവർ ജീവിക്കാനുള്ള സാവകാശം പോലും ഇല്ലാതാക്കി ജീവിതം ദുസ്സഹമാക്കി മുന്നോട്ട് പോകുമ്പോൾ കുബേരന്മാരെ വളർത്തുന്നു. അവർക്ക് രാജ്യത്തിൻ്റെ പൊതുസമ്പത്ത് അവരുടെ മുന്നിൽ തീരെഴുതുന്ന, അവർക്ക് മുന്നിൽ അടിയറ വയ്ക്കുന്ന സമീപനവുമായി മുന്നോട്ട് പോകുന്നു. CPM ആകട്ടെ കമ്മ്യൂണിസം കൈവിട്ടുകൊണ്ട് മുതലാളിത്ത പാതയിലേക്ക് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു. ഇക്കാലം അത്രയും അവർ എതിർത്തുകൊണ്ടിരുന്നു എന്ന് അവകാശപ്പെട്ട ആ മുതലാളിത്തത്തിൻ്റെ പാതയിലേക്കാണ് CPM വന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ നവമുതലാളിത്തത്തിൻ്റെ പാതയിലാണ് CPM മുന്നോട്ട് പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസം കൈവിട്ടു ക്യാപിറ്റലിസം തങ്ങളുടെ ലക്ഷ്യമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുടെ ഒരു തലത്തിലേക്കാണ് ഇന്ന് കേരളം എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പാവപ്പെട്ടവന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടാറുണ്ട്. പക്ഷേ കേരളത്തിൽ നടക്കുന്നതെന്താണ്? ഇന്നലെ ബഹുമാനപ്പെട്ട പ്രകാശ് കാരാട്ട് പറഞ്ഞു, ഇന്ത്യയെ സംബന്ധിച്ച് മാതൃകാ ഭരണമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇതാണോ മാതൃക? ഇതാണ് മാതൃകയെങ്കിൽ ഈ മാതൃക ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ട, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട. ഈ മാതൃക ജനവിരുദ്ധമാണ്, ജനദ്രോഹപരമാണ്, സാധാരണക്കാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആശാ സഹോദരിമാർ എത്ര നാളായി സെക്രട്ടേറിയറ്റ് മുൻ സമരം നടത്തുന്നു? യാതൊരു വിധത്തിലുള്ള കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമില്ലാത്തവരാണ് അവർ ജീവിക്കാൻ വേണ്ടിയുള്ള സമരത്തിൻ്റെ പാതയിലാണ് വന്നിട്ടുള്ളത്. ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി പ്രകാശ് കാരാട്ട് മാതൃകാപരമെന്ന് വിശേഷിപ്പിച്ച CPMൻ്റെ ഭരണം നടത്തുന്ന ശ്രമങ്ങൾ, കുൽസിതമായ ശ്രമങ്ങൾ എത്രയോ പരിഹാസ്യമാണ്. അവരെ ആക്ഷേപിക്കുക, ഭരണയന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുക, അവർക്കെതിരെ കള്ള പ്രചരണങ്ങൾ നടത്തുക. ഈ രീതിയിലാണോ ഒരു മാതൃകാ ഭരണം പ്രവർത്തിക്കേണ്ടത്? ഇതാണോ പ്രകാശ് കാരാട്ട് വിഭാവനം ചെയ്യുന്ന മാതൃകാ ഭരണം? ഇതാണ് മാതൃകാ ഭരണമെങ്കിൽ ഈ ഭരണം കേരളത്തിൽ ഒരിക്കലും വേണ്ട. എനിക്ക് തോന്നുന്നു മാതൃകാ ഭരണമല്ല, കേരളം കണ്ട ഏറ്റവും ജനദ്രോഹ ഭരണമാണ് പിണറായി വിജയൻ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളോട് യാതൊരു താല്പര്യമില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. രാജ്യത്ത് ക്രമസമാധാന നില ഇത്രയും തകർന്നൊരു കാലമുണ്ടായിട്ടുണ്ടോ? അക്രമം ഓരോ ദിവസവും മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത നമ്മെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അക്രമങ്ങൾ വർദ്ധിക്കുന്നു, സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ജനങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിലും പിണറായി സർക്കാർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്താണ്? കേരളം മുഴുവൻ മദ്യവ്യാപനം നടത്തുക, കേരളം മുഴുവൻ ലഹരി വ്യാപനം നടത്തുക, മദ്യവും മയക്കുമരുന്നും. നമുക്കറിയാം, ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, 1916 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്താണ് പറയുന്നത്? അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു പോയിന്റ്, മദ്യം ഒരു സാമൂഹ്യ വിപത്താണ്. ആ സാമൂഹ്യ വിപത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണം. മദ്യവിപത്തിൽ നിന്നും മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചു കൊണ്ടുവരുന്നൊരു നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കുക. അതുപോലെ തന്നെ മദ്യവർജനത്തിന് പ്രാധാന്യം നൽകും. സാക്ഷരതാ പ്രസ്ഥാനം പോലെ മദ്യവർജന പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഈ അർത്ഥത്തിലാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നു, മദ്യം പോലെ തന്നെ മഹാവിപത്താണ് മയക്കുമരുന്ന്, കഞ്ചാവ് മയക്കുമരുന്ന്. അതിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കും. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ജനങ്ങൾക്ക് കൃത്യമായ ഉറപ്പ് നൽകിയ പിണറായി സർക്കാർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? കേരളത്തിലാകെ പിണറായി സർക്കാർ നടത്തിയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട പിണറായി സർക്കാർ നടത്തിയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളം മുഴുവൻ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെയെല്ലാം മദ്യശാലകൾ, അവിടെയെല്ലാം മദ്യം ലഭ്യമാകുന്ന സ്ഥിതി. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെയെല്ലാം മയക്കുമരുന്ന്, രാഷ്ട്ര ലഹരി എന്നു വേണ്ട. യഥാർത്ഥത്തിൽ ഞാൻ ആലോചിക്കുകയാണ്, എന്താണ് ജനങ്ങൾ നൽകിയ അധികാരം ജനങ്ങൾക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതല്ലേ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തം? ആ ജനങ്ങൾ നൽകിയ അധികാരം ഇത്രമാത്രം ദുരുപയോഗപ്പെടുത്തി മാഫിയ സംഘങ്ങളെ വളർത്തുന്ന, മദ്യമാഫിയയെ അല്ലെങ്കിൽ വളർത്തുന്ന, ലഹരി മാഫിയയെ വളർത്തുന്ന പിണറായി സർക്കാർ കേരളത്തിന് ഏറ്റവും വലിയ ഒരു പരാജയമാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിൽ അടിച്ചേൽപ്പിച്ചൊരു ശാപമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും CPMൻ്റെ സംസ്ഥാന സമ്മേളനം കുറേ തിരുത്തൽ വരുത്തുന്നു എന്നൊക്കെ പുറമേക്ക് പറയുന്നുണ്ട്. ഈ ബാഹ്യമായ രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് എന്തെങ്കിലും തിരുത്തൽ എന്നതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ നടത്തുക. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും തിരുത്താനേ സമയമുണ്ടായിട്ടുള്ളൂ. അവരുടെ നിലപാട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ
നമ്മുടെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണത്തെ ഒറ്റുകൊടുത്തവരാണ്, ഒറ്റുകൊടുത്ത പാരമ്പര്യമാണ് അവർക്കുള്ളത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിനെതിരെ പ്രവർത്തിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മഹത്തായ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണവുമായി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അന്തിമ സമരത്തിന് ശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ തള്ളിപ്പറഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് അവരുടെ തെറ്റുതിരുത്തൽ. തെറ്റുകൾ ചെയ്യുക, തെറ്റുകളിൽ നിന്നും കൂടുതൽ തെറ്റുകളിലേക്ക് പോകുക, പിന്നെ തെറ്റ് തിരുത്തുക എന്ന് പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റ് തിരുത്തുന്നുണ്ടോ? ഇല്ലതാണ്. ഈ യഥാർത്ഥത്തിൽ നടക്കുന്ന എന്താണ്? ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ തെറ്റ് തിരുത്തുമെന്നൊക്കെ പറയുന്നു. അതൊക്കെ ബാഹ്യമായ ചില കാര്യങ്ങളെക്കുറിച്ചല്ലാതെ അടിസ്ഥാനപരമായ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന അതിഗുരുതരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് CPM നടത്തിയ തെറ്റുകൾ, CPMൻ്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചകൾ, അത് തിരുത്താൻ, അത് പുനഃപരിശോധിക്കാൻ, എന്തിനേറെ സർക്കാരിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യം നയിക്കുന്ന സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ട് മദ്യവ്യാപനമെന്ന മഹാ അപരാധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് തിരുത്താൻ ശ്രമിക്കാതെ, അതുപോലെ തന്നെ നാട്ടിലെ ക്രമസമാധാന നില തകർത്തുകൊണ്ട് അക്രമ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ നമ്മുടെ പോലീസ് സംവിധാനം തീർത്തും പരാജയമായിരിക്കുന്നു. തീർത്തും പരാജയപ്പെട്ട പോലീസ് സംവിധാനം, അവിടെ സർക്കാരിന് പറ്റിയ തെറ്റ്, അവിടെ പാർട്ടിക്ക് പറ്റിയ തെറ്റ്, അത് തിരുത്താൻ ശ്രമിക്കാതെ കേവലം ബാഹ്യമായി തെറ്റ് തിരുത്തുമെന്ന് പറയുന്നത് നിരർത്ഥകമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ ജനങ്ങൾ അതിലൊരിക്കലും വിശ്വാസ്യതയില്ല. വിശ്വാസ്യത നഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായി CPM മാറിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? വിശ്വാസ്യത. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയകാല നേതാക്കൾക്കുണ്ടായിരുന്നത് വ്യക്തിപരമായി അവരുടെ ആശയങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും വ്യക്തിപരമായി അവരെ നാം ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. പക്ഷേ പിണറായിയുടെ നേതൃത്വത്തിൽ ആ പാരമ്പര്യമെല്ലാം കളഞ്ഞുകുളിച്ച് ആ സത്യസന്ധതയുടെ മാർഗം, ആ നേരായ രാഷ്ട്രീയത്തിൻ്റെ മാർഗം, ജനങ്ങളോടുള്ള പ്രതിബദ്ധത, തൊഴിലാളികളോടുള്ള പ്രതിബദ്ധത, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതെല്ലാം കൈവെടിഞ്ഞുകൊണ്ട് മുൻകാല നയങ്ങൾക്ക്, മുൻകാല ചിന്തകൾക്ക്, മുൻകാല രീതികൾക്ക് എല്ലാം മാറ്റം വരുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ മുൻകാലങ്ങളിൽ എതിർത്തിരുന്ന മുതലാളിത്തത്തിൻ്റെ പാതയിലേക്ക്, ഫാസിസത്തിൻ്റെ പാതയിലേക്ക് പിണറായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ബാഹ്യമായ തെറ്റുതിരുത്തൽ നടപടി എന്ന് പറയുന്നതിനൊന്നും യാതൊരു വിശ്വാസ്യതയില്ല. അതുകൊണ്ട് വിശ്വാസ്യത നഷ്ടപ്പെട്ട CPMൻ്റെ ഈ തരം പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ ഒരിക്കലും മുഖവിലേക്ക് എടുക്കില്ല. വിശ്വാസ്യതയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. വിശ്വാസ്യതയാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മുതൽക്കൂട്ട്. കാർത്തികേയൻ എന്ന വ്യക്തിയെ ഇന്നും നാം സ്നേഹിക്കുന്നു, ഇന്നും നാം അനുസ്മരിക്കുന്നു, ഇന്ന് നാം അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ളത് തുറന്നു പറയുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? ക്രെഡിബിലിറ്റി, വിശ്വാസ്യത. ജീവിതത്തിലുടനീളം വിശ്വാസ്യത നിലനിർത്തിയ നേതാവായിരുന്നു കാർത്തികേയൻ. ആ നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കാൻ CPM ശ്രമിക്കുന്നതിന് പകരം ആ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസ്യത കൂടുതൽ നഷ്ടപ്പെടാൻ സാഹചര്യം ഒരുക്കിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചനാപരമായ നിലപാട് കാലം പൊറുക്കില്ല. അതിന് മാപ്പർഹിക്കാത്ത ഒരു അപരാധമാണ്, രാഷ്ട്രീയ അപരാധമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കാർത്തികേയനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ശക്തമായി CPMൻ്റെ ഈ ആത്മവഞ്ചനാപരമായ നിലപാടുകളെ ചോദ്യം ചെയ്യുമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കേരളത്തെ സാമൂഹ്യമായി, രാഷ്ട്രീയമായി തിരുത്തലിലേക്ക് എക്കാലവും നയിച്ച ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ, സഹപ്രവർത്തകൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നിങ്ങളോടൊപ്പം ഞാനും എന്നെ വിനയാന്വിതനായി തലകുനിക്കുന്നു. നമസ്കാരം. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അടുത്തതായി മുൻ സ്പീക്കർ C. ശക്തൻ. ഈ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പാലൂടി രവി, ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഒരു മുഖവുരയുടെ ആവശ്യമില്ലാത്ത ബഹുമാന്യനായ ശ്രീ PM സുധീരൻ, KPCC ജനറൽ സെക്രട്ടറി ശ്രീ GS ബാബു, സ്വാഗതം ആശംസിച്ച ശ്രീ പ്രതാപൻ, ശ്രീ DKയുമായി ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന ശ്രീ മണക്കാട് സുരേഷ്, ശ്രീ ശബരിനാഥൻ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഒത്തിരി നേതാക്കന്മാർ ഇവിടെ മാത്രമല്ല അപ്പുറത്തും ഇരിക്കുകയാണ്. ബഹുമാന്യരായ സഹോദരങ്ങൾ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല.
ഏറ്റവും ആവശ്യം പറയേണ്ട മുഴുവൻ കാര്യങ്ങളും ബഹുമാനപ്പെട്ട BM ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിനേക്കാൾ ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. ജിക്കെയും ഞാനും ഒരുമിച്ചാണ് നിയമസഭാ അംഗമാകുന്നത് 1982. അന്ന് ബഹുമാനപ്പെട്ട BM ആണ് നിയമസഭാ സ്പീക്കർ. അന്നു മുതൽ തുടങ്ങിയ ഞങ്ങളുടെ ബന്ധം 20 വർഷക്കാലം നിയമസഭയിൽ ഒരുമിച്ച് ഇരിക്കുവാനുള്ള ഒരു ഭാഗ്യമാണ് എനിക്കുണ്ടായത്. ഒരുമിച്ച് നിയമസഭയിൽ ഇരുന്നത് കൊണ്ട് മാത്രം അടുത്ത ബന്ധം ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് നിയമസഭയിൽ വന്നു, MLA-മാരായി. 20 വർഷം എന്ന് പറയുന്നത് ശരിയല്ല, 19 വർഷം. അവസാനത്തെ ഒരു വർഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. 19 വർഷം ഇരുന്നുവെങ്കിലും ഞങ്ങൾ മാനസികമായി അടുക്കുന്നത് 2001 മുതലാണ്. ഞാൻ നേമം നിയോജകമണ്ഡലത്തിലെ MLA ആയി വന്നപ്പോൾ തൊട്ടടുത്ത MLA അദ്ദേഹമാണ്. അതിർത്തി 2-3 പഞ്ചായത്തുകളിൽ അതിർത്തി പങ്കിടുന്നു. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഞങ്ങൾക്കുണ്ടായി. അതിലും കൂടുതൽ ഞങ്ങൾ മാനസികമായി അടുക്കുന്നത് 2006 മുതൽ 5 വർഷക്കാലം 2011 വരെ. അങ്ങനെ അടുക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് നിയമസഭയിൽ ഫാമിലി ക്വാർട്ടേഴ്സിൽ 4 പേർക്കാണ് ഒരു ഫ്ലോറിൽ ഫാമിലി ക്വാർട്ടേഴ്സ് ഉള്ളത്. അതിൽ അദ്ദേഹത്തിൻ്റെ മുറിയും എൻ്റെ മുറിയും തൊട്ടടുത്തടുത്ത മുറിയായിരുന്നു. അതിൽ എതിർവശത്ത് മാണി സാറും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബും ഞങ്ങൾ 4 പേരുമായിരുന്നു ഒരു ഫ്ലോറിൽ 4 ഫാമിലി ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജിക്കെയുടെ മുറിയും എൻ്റെ മുറിയും അടുത്തടുത്തായതുകൊണ്ട് അദ്ദേഹം MLA ക്വാർട്ടേഴ്സിൽ വന്നാൽ ആദ്യം നോക്കുന്നത് ഞാൻ എൻ്റെ മുറിയിലുണ്ടോ എന്ന് നോക്കും. ഞാൻ ഉണ്ടെങ്കിൽ അദ്ദേഹം നേരെ അവിടെ വരും. അവിടെ വന്നിരുന്ന് ഒരു 5 മിനിറ്റ് ഇരുന്ന് ഞങ്ങൾ തമ്മിൽ ലോഹ്യം പറഞ്ഞിട്ട് മാത്രമേ അദ്ദേഹം മുറിയിൽ പോകാറുള്ളൂ. ഞാനാണ് പിന്നീട് വരുന്നതെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹം ഉണ്ടോ എന്ന് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോകും, അദ്ദേഹത്തെ കാണും, ഒരുമിച്ചിരുന്ന് ലോഹ്യം പറയും. അങ്ങനെ 5 വർഷം MLA ക്വാർട്ടേഴ്സിൽ അവിടെ കഴിഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. അതിനുശേഷം 2011 എല്ലാവർക്കും അറിയാം. 2011 ഞങ്ങൾ വീണ്ടും വിജയിച്ചു വരുന്നു. അദ്ദേഹം സ്പീക്കറും ഞാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. അപ്പോഴും ഞങ്ങളുടെ താമസം അടുത്തടുത്ത് തന്നെയാണ്. സ്പീക്കറുടെ വീടും ഡെപ്യൂട്ടി സ്പീക്കറുടെ വീടും അടുത്തടുത്താണ്. നിയമസഭയിൽ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോഴും മാനസികമായി നല്ല ഐക്യവും അടുപ്പവും ഞങ്ങൾ തമ്മിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയും. 2006 മുതൽ 2011 വരെ നമ്മൾ പ്രതിപക്ഷത്തായിരുന്നു. ആ നിയമസഭയിൽ ഇരിക്കുന്ന സമയത്ത് ജിക്കെ പ്രതിപക്ഷ ഉപനേതാവായിരുന്നു. സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വടക്കോട്ടുള്ള MLA-മാരെല്ലാം രാവിലത്തെ ചോദ്യോത്തരം കഴിഞ്ഞാൽ അവർ പോകും. പിന്നെ നിയമസഭയിൽ ആകെ ഉള്ളത് 140 പേരുള്ള നിയമസഭയിൽ ഒരു 10-ഓ 25-ഓ ആളുകളായിരിക്കും. അന്ന് ഈ അനൗദ്യോഗിക പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന ദിവസമായതുകൊണ്ട് എല്ലാവരും അങ്ങ് പോകും. ചിലപ്പോൾ 10-15 പേരെ ഉണ്ടാവും. ജിക്കെ വരുമ്പോൾ നേരെ എൻ്റെ അടുത്ത് വരും. എന്നിട്ട് പറയും, ഇന്ന് നേരത്തെ പോകാനാണോ പരിപാടി? അന്നാണ് നമ്മൾ ഈ മരണ വീടുകളിലൊക്കെ പോയി എല്ലാം തീർക്കുന്നത്. അപ്പോൾ എന്നോട് പറയും പോകരുത്. മറ്റുള്ള വടക്കോട്ടുള്ള MLA-മാർ നേരത്തെ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം, അവർക്ക് പോകണം. പക്ഷെ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണ്, നമ്മൾ ഈ നിയമസഭ പിരിയുന്നത് വരെ ഇരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും സംശയമുള്ളതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്യും. ഈ രാവിലത്തെ അടിയന്തര പ്രമേയവും ഈ ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും കഴിഞ്ഞാൽ എന്നെ വിളിക്കും. പ്രതിപക്ഷ ഉപനേതാവാണ്. എന്നെ പിടിച്ച് അടുത്തിരുത്തും, പോകാതിരിക്കാൻ വേണ്ടിയാണ്. അടുത്തിരുത്തി അവിടെ ഇരുന്ന് ഞങ്ങളൊരു 2-2.5 മണിക്കൂർ ഒരുമിച്ച് ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും സംസാരിച്ചു. അങ്ങനെ മാനസികമായി അടുത്ത് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് വൈകുന്നേരമാകുമ്പോൾ, വൈകുന്നേരം എന്തെങ്കിലും പരിപാടികളില്ല എന്നെങ്കിൽ ജിക്കെ ചിലപ്പോൾ ശബരിക്ക് അറിയാമായിരിക്കും, നടക്കാനിറങ്ങുമ്പോൾ എന്നെയും വിളിക്കും. ഞങ്ങൾ 2 പേരും കൂടിയാണ് നടക്കുന്നത് ആ അസംബ്ലിക്കകത്ത്. 2 പേരും കൂടി ആ മരത്തണലിലൂടെ നടന്ന് എത്രയോ ദിവസങ്ങൾ അവിടെ കഴിഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. പലപ്പോഴും എന്നോട് മനസ്സ് തുറന്നിട്ടുണ്ട്. ഞാനും അതുപോലെ സ്വകാര്യ കാര്യങ്ങളും എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു നേതാവായിരുന്നു. ഒറ്റ സെൻറ്റൻസിൽ എനിക്ക് പറഞ്ഞാൽ ഞാൻ പറയും,
കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് പാർട്ടിയിലും തലയെടുപ്പുള്ള തൻ്റെ ഇടമുള്ള നട്ടെല്ല് വളയാത്ത ഒരു നേതാവായിരുന്ന ശ്രീ ജി കെ എന്നെനിക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിന് അസുഖം വരുന്നു. അസുഖം വന്നപ്പോൾ അധികമാരും അറിഞ്ഞില്ല. കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും കഴിഞ്ഞതിന് ശേഷം ആദ്യം അറിയുന്നത് ഞാനാണ്. ഞാൻ കുറേ ദിവസം നോക്കി, അപ്പോൾ മുഖ്യമന്ത്രി പോലും അറിഞ്ഞിട്ടില്ല. ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ സ്പീക്കർക്ക് ജി കെക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അദ്ദേഹം അതിൻ്റെ ടെസ്റ്റും ചികിത്സയും ഒക്കെ നടത്തുന്നു. അപ്പോൾ എന്നോട് ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്തായിരുന്നാലും അത് വളരെ സീരിയസ് ആയി എടുക്കണം, അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ കൊടുക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഓർമ്മിക്കുന്നു. അന്ന് വൈകുന്നേരം ഉമ്മൻചാണ്ടി സാറ് സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിൽ വന്ന് ജി കെ കണ്ട് സംസാരിച്ചു. പിന്നെയാണ് കാര്യമായ ചികിത്സയിലേക്ക് പോകുന്നത്. ഞാൻ ചുരുക്കുകയാണ്. അദ്ദേഹം ബാംഗ്ലൂർ അവസാനമായി ബാംഗ്ലൂർ ട്രീറ്റ്മെൻറ്റിന് പോയപ്പോഴും ഞാൻ ബാംഗ്ലൂർ പോയിരുന്നു. ബാംഗ്ലൂർ ചെന്ന് അദ്ദേഹത്തെ കണ്ടു, ഹോസ്പിറ്റലിൽ പോയി കണ്ടു. വളരെ ക്ഷീണിതനായി അവിടെ കിടക്കുമ്പോഴും കണ്ടു. ഞാൻ ഓർമ്മിക്കുന്നു. എന്തായിരുന്നാലും നമുക്ക് ജി കെ എന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു. ഓരോ വീക്ഷണവും പലപ്പോഴും പല MLA-മാരെ പറ്റി ഞങ്ങൾ നിയമസഭയിൽ ഇരുന്ന് വിലയിരുത്തും. പുതിയ തലമുറ ചെറുപ്പക്കാർ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുന്നില്ല എന്നും നിയമസഭയിൽ കൂടുതൽ സമയം ഇരിക്കുന്നില്ല എന്നുള്ള പരാതി ജി കെക്ക് ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാനുമായി പങ്കിടുന്നുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഞാൻ ചുരുക്കുന്നു, നമുക്കൊരിക്കലും ആ വിടവ് ഒരിക്കലും നികത്താനും കഴിയില്ല. ഇപ്പോൾ 10 വർഷമായിരിക്കുകയാണ്. ഇനി 10 അല്ല 50 വർഷം കഴിഞ്ഞാലും ജി കെയുടെ പേര് തിരുവനന്തപുരം ജില്ലയിലും കോൺഗ്രസ് പാർട്ടിയും കേരളവും എന്നും ഓർമ്മിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഓർമ്മയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. KPCC ജനറൽ സെക്രട്ടറി ശ്രീ ബാബു കൂടി വരും. അധ്യക്ഷൻ ശ്രീ പാലോട് രവി, ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ ശ്രീ VN, പ്രിയപ്പെട്ട KPCC വൈസ് പ്രസിഡന്റ് ശക്തൻ, മണക്കാട് സുരേഷ്, ശബരി, ജോൺ, സുഭാഷ് തുടങ്ങിയ നേതാക്കളെ, സഹപ്രവർത്തകർ, നഷ്ടവസന്തത്തിൻ്റെ ഓർമ്മകൾ പങ്കിടാൻ സത്യം പറഞ്ഞാൽ അത്യധികം ക്ലേശകരമാണ്. നമുക്കറിയാവുന്നതുപോലെ ഓരോ നടത്തി സംസാരിക്കുമ്പോഴും മൂല്യമുള്ളവ് മാത്രം സംസാരിക്കാവുന്ന വ്യക്തിത്വമാണ് ജി കെ. ഇത്രയും വർഷം കഴിഞ്ഞ് നമ്മളെല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുന്നു. അതിൽ നിന്ന് ഏറ്റെടുത്ത ആശയങ്ങളും മൂല്യങ്ങളും നമുക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി മാത്രം പരിശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ജി കെ എന്നും ഒരു കറക്റ്റീവ് സെൻസുള്ള ആളായിരുന്നു, കറക്റ്റീവ് തിങ്കിങ്. എല്ലായ്പ്പോഴും അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് അപ്രകാരം പോരാടി അതിൽ ശിക്ഷ വരെ ഏറ്റുവാങ്ങിച്ച് പുറത്തു നിന്ന ആളാണ്. അതിനുശേഷം വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ ബാങ്കുകൾ ദേശസാൽക്കരിച്ച, പ്രിവി പേഴ്സ് എടുത്തു കളഞ്ഞ, ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ ഇന്ദിരാഗാന്ധി പാർട്ടിയോട് എടുത്തിരിക്കുന്ന സമീപനം തെറ്റോ ശരിയോ, പക്ഷേ ഞാൻ ഇന്ദിരാഗാന്ധിയോടൊപ്പമാണെന്ന് അപ്പോഴും അതിൻ്റെ ആ പ്രോഗ്രസീവ് മൈൻഡിലേക്ക് അദ്ദേഹം പോയി. അത് അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് ഒരു കാലം വന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ ചില മൂല്യശോഷണം വളരെ ശക്തമായി വ്യാപിച്ചപ്പോൾ അതിനെതിരെ തിരുത്തൽ പാദത്തിലേക്ക് പോയി, ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് തന്നെ പോയി. ഇതിനിടയിൽ ഒരിക്കൽ മുന്നണി സംവിധാനത്തിൻ്റെ പോരായ്മകൾ പങ്കിട്ടെടുക്കുന്നതിലെ കൊള്ളയും കൊള്ളിവയ്പും സഹിക്ക വയ്യാതായപ്പോൾ ഏകകക്ഷി ഭരണമെന്നൊരു സ്ലോഗൻ ഈ സംസ്ഥാനത്തിന് സംഭാവന ചെയ്തതടക്കം എന്നും ഓർമ്മിക്കാവുന്ന നിരവധി മൂല്യങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ആ മൂല്യങ്ങളുടെ സൂക്ഷിക്കാത്ത ശക്തി നാം സഹപ്രവർത്തകർ ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയിക്കാൻ അനുസ്മരണ ചടങ്ങ് അവസാനിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കാൻ പാളയം ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ഹരികുമാർ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ മുന്നിലിരിക്കുന്ന നേതാക്കളെ, സുഹൃത്തുക്കളെ, ജി കെയുടെ അനുസ്മരണ സമ്മേളനം തുടർന്ന് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആരാധ്യനായ കോൺഗ്രസ് നേതാവ് ശ്രീ VS സുധീരൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കൾക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും പാളയം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യും.